ഹായ്, ഗുഡ് ഈവനിങ്. സ്റ്റെല്ലാറായിട്ട് തുടക്കം മുതലേ വളരെയധികം ബന്ധം ഉള്ള ഒരു ഫാമിലിയാണ് ഞങ്ങളുടെ. സ്റ്റെല്ലാറ് വളർന്നു വരുന്ന തുടക്കത്തിൽ നിന്ന് കണ്ട ഒരാളാണ്. ഫസ്റ്റ് എൻ്റെ ഫീഡ്ബാക്ക് എല്ലാവർക്കും ഇവിടെ ഉയർന്നു വരുന്ന ഒരു കൺസേൺ ആണ്. മോണ്ടിസോറി സിസ്റ്റത്തിൽ പഠിച്ചു കഴിഞ്ഞിട്ട് കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലോട്ട് എൻ്റെ കുട്ടി പോകുമ്പോൾ മറ്റു കുട്ടികളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് എല്ലാവരുടെ മുന്നിലുള്ളൊരു ചോദ്യം. അപ്പം അതിൻ്റെ ഒരു ലിവിങ് എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും റോൾ മോഡലാണ് അസീസ് സർ. കാരണം സാധാരണ നമ്മൾ കാണാറുണ്ട് ഗവൺമെൻറ് സ്കൂളിലെ ടീച്ചേഴ്സൊക്കെ ഗവൺമെൻറ് സ്കൂളിനെ മോട്ടിവേറ്റ് ചെയ്യും, നിങ്ങൾ കുട്ടികളെ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തണമെന്ന് പറയും. അപ്പോൾ നമ്മൾ സാറെടുത്ത് ചോദിക്കും, സാറ് കുട്ടികളൊക്കെ എവിടെ പഠിക്കുന്നത് ചോദിക്കുമ്പോൾ അവരുടെ കുട്ടികളൊക്കെ നല്ല പ്രൈവറ്റ് സ്കൂളിലായിരിക്കും പഠിക്കുന്നത്. എന്നിട്ട് നമ്മളെടുത്ത് പറയും ഗവൺമെൻറ് സ്കൂളിൽ പഠിപ്പിക്കണമെന്ന്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമാണ് നമ്മുടെ അസീസ് സാറ്. സാറ് മക്കളൊക്കെ എക്സ്റ്റെല്ലാറിയൻസ് ആണ്. എൻ്റെ സിസ്റ്ററിൻ്റെ മോൻ്റെ കൂടെ ഫസ്റ്റ് സ്റ്റെല്ലാറിൽ എനിക്ക് തോന്നുന്നു മോണ്ടിസോറി സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ വർഷം പഠിച്ച ഒരു ബാച്ചാണ് അവർ. ലാസ്റ്റ് ഇയർ 10ാം ക്ലാസ് അവർ പാസ് ഔട്ടായി. ഇപ്പോൾ +1 പോയിക്കൊണ്ടിരിക്കുന്ന അവർ 7th വരെ മോണ്ടിസോറി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 8th and 9th കോവിഡ് ആയിരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ടില്ല നമ്മുടെ മക്കൾ. ഈ മക്കൾ 7th വരെ ഇവിടെ സ്റ്റെല്ലാറിലാണ് പഠിച്ചത്. 8th ഉം 9th അവർ സ്കൂളിൽ പോയിട്ടില്ല, വീട്ടിലിരുന്നിട്ട് പഠിച്ചോ പഠിച്ചില്ലേ എന്നുള്ളത് നമുക്കറിയില്ല, എല്ലാവർക്കും അറിയുന്നതാണ് കോവിഡ് ബാച്ച് കുട്ടികളുടെ അവസ്ഥ. ഡയറക്റ്റ് ആയിട്ട് ഈ മക്കൾ സ്കൂളിൽ പോകുന്നത് 10th ഒരു സ്കൂൾ എന്താണ്, ബെഞ്ച് എന്താണ്, ടീച്ചർ എന്താണ്, ഇങ്ങനെ ഇരിക്കണം, ഒരു ബോർഡ് ഉണ്ട് എന്നുള്ളത് കാണുന്നത് ഇൻക്ലൂഡിങ് അസീസറിൻ്റെ കിഡ്സും ഉണ്ട്. അപ്പം അവരാണ് എൻ്റെ വീട്ടിലുള്ള ആൾ ഫുൾ A+ കൂടിയിട്ട് 10ാം ക്ലാസ് പാസ് ചെയ്തിട്ടുണ്ട്. എനിക്കൊക്കെ അവനോട് അസൂയാണ്. കാരണം 9ാം ക്ലാസ് വരെ ഒരു എക്സാം പോലും, ഒരു എക്സാം ആനുവൽ ഇല്ല, ഒരു എക്സാം പോലും അറ്റൻഡ് ചെയ്യാതെയാണ് അവർ പബ്ലിക് എക്സാം ഈ സിലബസ് കൂളായിട്ട് പാസ് ചെയ്തിട്ടുള്ളത്. നമ്മളെ ഗവൺമെന്റിന്റെ ഫുൾ A+ വാങ്ങി. പക്ഷെ ഫുൾ A+ വാങ്ങി എന്നുള്ളതല്ല അതിൻ്റെ ഒരു പ്രാധാന്യം നമ്മൾ തിരിച്ചറിയേണ്ടത്. ഈ A+ലല്ല ജീവിതം കിടക്കുന്നത്, ഈ A+ലല്ല കാര്യങ്ങൾ ഉള്ളത് എന്ന് അവരുടെ തിരിച്ചറിവാണ് ഏറ്റവും പ്രധാനം. ഇന്ന് നമ്മുടെ മക്കള് 9 A+ കിട്ടി, ഒരു A+ ഇല്ലാത്തതിന് ലൈഫ് അവിടെ അവർ എൻഡ് ചെയ്യാണ്. ടൂർ പോവാൻ ക്യാഷ് ഇല്ലാത്തതിന് ലൈഫ് അവിടെ എൻഡ് ചെയ്യാണ്. എന്താണ് ഈ A+ കുട്ടികൾ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ട് ഗവൺമെന്റ് അടക്കം നമ്മുടെ സിലബസ് ഉണ്ടാക്കുന്ന ആളുകളടക്കം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അതുപോലെ പാരന്റിങ് എന്ന ഒരു കൺസേൺ ഇന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കറിയാം, ഒരു ഫീഡ്ബാക്ക് പറയുകയാണെങ്കിൽ സ്റ്റെല്ലാറിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പാരൻസ് മീറ്റിംഗ് ആണ്. ബിക്കോസ് നമ്മൾ പാരൻസിനെയാണ് സാറ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു കുട്ടി ഇവിടെ ഒരു വികൃതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ കുഴപ്പമല്ല, അത് പാരന്റിന്റെ കുഴപ്പമാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും കുറച്ചൊക്കെ ഉണ്ടാവും, ഒരു 50% പാരന്റിന്റെ ആയിരിക്കും, 50% കുട്ടീൻ്റെ ആയിരിക്കും. ഇനി കുറച്ചും കൂടി ഫോർവേഡായിട്ട് മോണ്ടിസോറി ചിന്തിക്കുന്ന ആൾ പറയും ഓക്കെ അക്സെപ്റ്റ് ചെയ്തു, 90% പാരന്റിന്റെ ആയിരിക്കും, ബാക്കി 10% കുരുത്തക്കെട്ട് കുട്ടികളിൽ ഉണ്ടാവുന്നതാണെന്ന്. പക്ഷേ അല്ല, 100% പാരന്റ് ആണ്. 99.9 അല്ല, 100% ഒരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടെങ്കിൽ അവൻ അനുസരിക്കുന്നില്ലെങ്കിൽ അത് 100% ബ്ലെയിം നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. പാരൻസ് ഈസ് ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ദെയർ കിഡ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ പാരന്റിങ് എന്നുള്ളത് ഒരു ശരിക്ക് പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. നമ്മളിപ്പോൾ ഒരാൾ ഒരു ലൈഫിൽ ഒരു 10 to 20 years വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ 1ാം ക്ലാസ് മുതൽ ഡിഗ്രി വരെ ഒരു 20-25 years നമ്മൾ ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷനായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷെ പാരന്റിങ് എന്നുള്ളത് നമ്മൾ മരണം വരെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. നമുക്ക് ഗ്രാൻഡ് പാരൻസ് ആയാലും ഇവിടെ 70-70 വയസ്സുള്ളവരുണ്ടായിരിക്കാം, 60 വയസ്സുള്ളവരുണ്ടായിരിക്കാം, 20 വയസ്സുള്ളവരുണ്ടായിരിക്കാം. ഇവരെല്ലാവരും മക്കളായിട്ടും പേരക്കുട്ടികളായിട്ടും. പക്ഷെ ഈ ഒരു പാരന്റിങ് എന്നുള്ള ജോലി ചെയ്യാൻ നമ്മൾ എത്ര വർഷം പഠിച്ചു, നമ്മൾ എന്ത് കോഴ്സ് പഠിച്ചു? നമ്മളൊന്നും പഠിച്ചിട്ടില്ല. കല്യാണം കഴിഞ്ഞു, സ്വാഭാവികമായിട്ടും കുട്ടികളുണ്ടാവും. വളർത്തിയാലും വളർത്തിയില്ലെങ്കിലും അവർ വലുതാവും, അതാണ് സ്ഥിതി. പക്ഷെ വ്യക്തമായിട്ട് ഒരു വിഷൻ ഉള്ള ആളാണ് നമ്മൾ അസീസ് സർ. ഹീസ് ഒബ്വിയസ്ലി എ മാൻ ഓഫ് വിഷൻ വിത്ത് എൻ ഓഷൻ ഓഫ് നോളജ്. ഇങ്ങനെ ഇരിക്കുന്ന പോലെയല്ല, നമുക്ക് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെയധികം പാരന്റിങ്ങിൽ ഡീപ്പ് നോളജ് ഉള്ളതാണ്. നമുക്ക് എല്ലാവർക്കും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ, ഒരു പാരൻസിൻ്റെ അടുത്തും നമ്മളാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് ഞാൻ പറയാറുണ്ട്, എൻ്റെ പല ലിമിറ്റേഷൻസിനും എൻ്റെ പാരന്റിങ് ശരിയായിട്ടില്ല എന്ന് പറയുമ്പോൾ ഇപ്പോഴും ഹീസ് നോട്ട് റെഡി, ബട്ട് ഹീസ് ബ്ലെയിമിങ് മീ. എൻ്റെ കിഡ്സ് എന്തെങ്കിലും ഇത് ചെയ്യുമ്പോൾ ഞാനാണ് അതിൻ്റെ ഉത്തരവാദി. അപ്പം നമ്മൾ വൈ മോണ്ടിസോറി ഫോർ മൈ കിഡ്സ് എന്ന് ചോദിച്ചാൽ, ഒരു അഡൽട്ട് 25-30 സ്റ്റേജിൽ എത്തുമ്പോഴാണ് പലർക്കും പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് വരുന്നത്.
ഇന്ന് പല ഓമനപ്പേരുകൾ ഇട്ടിട്ട് നമ്മൾ വിളിക്കുന്നുണ്ട്, വിർച്വൽ ഓട്ടിസം എന്നും പല വൈകല്യങ്ങളെന്നും. പക്ഷെ അതൊന്നും ഒരു 25 വയസ്സിൽ പെട്ടെന്ന് വരുന്നതല്ല. നമ്മുടെ ഒരു സബ് കോൺഷ്യസ് മൈൻഡിലുള്ള ട്രോമകളാണത്. അത് 0 to 7 ഏജ്. ഇപ്പം ഞാൻ സ്ട്രിക്ട്ലി ഹൈലി റെക്കമെൻഡ് മോണ്ടിസോറി സിസ്റ്റം ഫോർ ദ കിഡ്സ് അപ് ടു 7 ഏജ്. 0 to 7 ഏജ് എന്ന് പറയുന്നത് നമ്മുടെ കുട്ടികളെ അബ്സോർബൻസ് സ്റ്റേജ് എന്ന് പറയും. അവരുടെ മൈൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു സ്പോഞ്ച് പോലെയാണ്. നമ്മൾ എന്താണ് നമ്മളെ വായന്ന് വീഴുന്നത്, നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ചുറ്റുപാടുള്ളവർ എന്താണ് ചെയ്യുന്നത്, അതൊരു സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്നത് പോലെ കുട്ടികൾ വലിച്ചെടുക്കും. അതിന് വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ എല്ലാവരുടെയും മദർ ടങ്ക് കുട്ടികൾ പഠിപ്പിക്കുന്നത്. മലയാളം നമ്മൾ കുട്ടികൾ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടോ? ഇതാണ് ക്രിയ, അതാണ് ഇങ്ങനെ, ഗ്രാമർ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു വയസ്സുള്ള കുട്ടിയെ നമ്മൾ ആരും മലയാളം പഠിപ്പിക്കുന്നില്ല. പക്ഷെ 2-2.5 വയസ്സാകുമ്പോഴേക്കും മണിയായിട്ട് മലയാളികളെ കുട്ടികൾ മലയാളം പറയുന്നു, ഹിന്ദിക്കാരെ കുട്ടികൾ ഹിന്ദി പറയുന്നു. ആര് പഠിപ്പിച്ചു കൊടുത്തു ഈ കുട്ടികളെ? നമ്മൾ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ടോ? മലയാളം ഇങ്ങനെയാണ്, നീ ഇങ്ങനെ പറയും, ഈ സെന്റൻസ് എങ്ങനെ പറയും? നമ്മൾ പോലും കേൾക്കാത്ത വേർഡ്സ് ഒക്കെയാണ് ഇന്നത്തെ കുട്ടികൾ പറയുന്നത്. ഇത് എവിടുന്ന് കിട്ടി? സോ അവർ സ്പോഞ്ച് പോലെ നമ്മളിങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ അവരെ വാശി ഇമോഷൻസ് ആണെങ്കിൽ വി നീഡ് നോട്ട് ടു കൺട്രോൾ അവർ കിഡ്സ് ഇമോഷൻസ്, വി നീഡ് ടു കൺട്രോൾ അവർ ഇമോഷൻസ്. നമ്മളുടെ വാശി, നമ്മളുടെ ദേഷ്യം, അതാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മളിപ്പോൾ പറയും, ഒരു ഓറഞ്ചിനെ സ്ക്വീസ് ചെയ്താൽ നമുക്ക് ഓറഞ്ച് ജ്യൂസേ കിട്ടുള്ളൂ. ഒരു ഓറഞ്ചിനെ സ്ക്വീസ് ചെയ്തിട്ട് എനിക്ക് വാട്ടർമെലൺ ജ്യൂസ് കിട്ടണം എന്ന് നമ്മൾ വാശി പിടിച്ചാൽ അത് കിട്ടില്ല. ഓറഞ്ചിൻ്റെ അടുത്തുനിന്ന് നമുക്ക് ഓറഞ്ച് ജ്യൂസ് അല്ലേ കിട്ടുള്ളൂ. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇങ്ങനെയായിട്ട് നമ്മൾ കുട്ടികളുടെ അടുത്തുനിന്ന് വേറൊരു റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് ദാറ്റ്സ് വളരെയധികം വിഡ്ഢിത്തരാണ് അല്ലേ? പിന്നെ നമ്മൾ പറയുന്നതാണ്, ഞാനോ ഇങ്ങനെയായി, നീ ഇങ്ങനെ ആവരുത്, ഉമ്മാക്കോ പറ്റിയില്ല, അമ്മയ്ക്കോ പറ്റിയില്ല, ഇനി നീ. അപ്പം അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് റോൾ മോഡലാണ് കാണിച്ചു കൊടുക്കുന്നത്? മക്കൾ നമ്മളെ പോലെ അല്ലാതെ ഇൻക്ലൂഡിങ് മീ, എനിക്കും കൂടിയുള്ളൊരു പറച്ചിലാണ്. അയൽവാസിനെ കണ്ട് പഠിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. നമ്മളെ മക്കൾ നമ്മളെ കണ്ടല്ലേ പഠിക്കുള്ളൂ. സോ ഓൾവേസ് വി ഷുഡ് ബി ദെയർ ഇൻസ്പിറേഷൻ, വി ഷുഡ് ബി ദെയർ റോൾ മോഡൽ, നമ്മളെ പോലെയാവ്. സോ മക്കളെ ഉണ്ടാവുക എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കറക്റ്റ് ചെയ്യാനുള്ളൊരു ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണത്. അപ്പോൾ പാരൻസ് മീറ്റിങ്ങിൽ എപ്പോഴും എല്ലാവരും പങ്കെടുക്കുക. ഇൻഡിവിജ്വൽ മീറ്റിംഗ് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. അസീസറെ ഒന്നിച്ചുള്ള സെഷൻ ഉണ്ട്. അതിൽ വളരെയധികം വാല്യുബിൾ ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടും. വേർ വി ആർ ഗോയിങ് റോങ്, വിയർ വി ആർ ഡീവിയേറ്റിംഗ് ഫ്രം അവർ പാരന്റിങ്, നമ്മുടെ പാരന്റിങ്ങിലുള്ള മിസ്റ്റേക്സ്, നമ്മളിലുള്ള മിസ്റ്റേക്സ്, നമ്മളെവിടെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് എന്നുള്ളത്. ആസ് എ പാരന്റ് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോണ്ടിസോറിയിൽ. എൻ്റെ മോന് നെക്സ്റ്റ് ഇയർ 7 ആണ്. സോ ഏറ്റവും ക്രൂഷ്യൽ അവൻ്റെ 0 to 6 ഏജ് പീരിയഡ് ഹിസ് എൻഡിങ്. സോ നെക്സ്റ്റ് ഇയർ 7 ഇയർ ആണ്. സോ ഐ എം വെരി ഹാപ്പി. അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒരു ആൾവേസ് സ്കൂളിൽ നിന്നുള്ള ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ഇല്ല എന്ന് ഏകദേശം ഒരു 90% ഐ എം ഷുവർ. പിന്നെ നമ്മുടെ പാരൻസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് കുട്ടികൾ ദേ ഷുഡ് ഗോ ഫ്രം എ ഹാപ്പി പ്ലേസ് ടു എ ഹാപ്പി പ്ലേസ്. അതായത് നമ്മുടെ ഹോം ഒരു ഹാപ്പി പ്ലേസ് ആവണം, സ്കൂളും ഒരു ഹാപ്പി പ്ലേസ് ആവണം. ഇന്ന് പലപ്പോഴും നമ്മൾ കാണുന്നത് ദേ ആർ ഗോയിങ് ഫ്രം എ വെരി ബാഡ് പ്ലേസ് ടു എ ബാഡ് പ്ലേസ്. വീട്ടിലാണെങ്കിലും കുട്ടികൾക്ക് ഒരുപാട് ട്രോമയാണ്, സ്കൂളിലെത്തി അതിലേറെ ട്രോമയാണ്. അപ്പോൾ സ്റ്റെല്ലാറിനെ സംബന്ധിച്ചിടത്തോളം സ്കൂളിലുള്ള കാര്യം ഇവർ നോക്കും. ബാക്കി ശ്രദ്ധിക്കേണ്ട കാര്യം ഓഫ് കോഴ്സ് നമ്മൾ വീട്ടിലെ നമ്മളെ പാരൻസ്, എസ്പെഷ്യലി വി മദേഴ്സ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ അവർ കിഡ്സ് ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് എന്നാണ്. അപ്പോൾ ഒരുപാട് നോളജ് ആക്ച്വലി പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട് അസീസറിൽ നിന്ന് നമുക്ക് അക്യൂർ ചെയ്യാൻ കഴിയും. അതാണ് സ്റ്റെല്ലാറിൻ്റെ ഒരു ഫീഡ്ബാക്ക്. എൻ്റെ രണ്ടാമത്തെ മോന് സ്റ്റെല്ലാറിലെത്താൻ അവന് സ്പീച്ച് ഡിലേ ഉണ്ട്. നമ്മളിപ്പോൾ അവനെ പേരിട്ട് വിളിക്കും വിർച്വൽ ഓട്ടിസാണ്, സ്ക്രീൻ ടൈം കൂടുതൽ കിട്ടിയിട്ടാണെന്നൊക്കെ. 2.5 വയസ്സായിട്ടും ആൾ സംസാരിക്കുന്നില്ല. അങ്ങനെ അസീസറുടെ അടുത്ത് എത്തി ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ആൾക്ക് 2.5 ആയിട്ടുള്ളൂ, ബാത്റൂം ട്രെയിനിങ് ഒന്നും ശരിക്കും ആയിട്ടില്ല. അപ്പോൾ അസീസർ ഭയങ്കര ഓപ്പൺ മൈൻഡഡ് ആയിട്ട് ഇങ്ങോട്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ 2.25 ഈ കുട്ടി ഒന്നും സംസാരിക്കില്ല. ഒരു 1.5 വയസ്സിൻ്റെ ലാംഗ്വേജേ ഉള്ളൂ, ഫുൾ ആക്ഷനാണ് ആൾ. അങ്ങനെ 2.25 ഇവിടെ വന്നു. നൗ ഹീസ് കംപ്ലീറ്റിംഗ് ആൾമോസ്റ്റ് 2 years ഹിയർ. ഇനിയിപ്പോൾ സംസാരിക്കാത്തതായിട്ട് ഒന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ് ഇല്ല, അവന് പ്രത്യേകമായിട്ടൊന്നും ഇവിടുന്ന് കിട്ടിയിട്ടില്ല. എങ്ങനെയാണെന്ന് ഞങ്ങൾക്കും അറിയില്ല. ഹീസ് വെരി ഹാപ്പി. എൻ്റെ 2 കിഡ്സും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഒരാൾ വളരെ റിസർവ്ഡ് ആണ്, ഒരാൾ ഭയങ്കര ആക്റ്റീവാണ്. ഒരാൾ ഭയങ്കര പേടിയൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, എല്ലാവരുമായിട്ടും ഒരുപോലെയാണ്. മറ്റയാൾ ഭയങ്കര ഇൻട്രോവേർട്ടാണ്. ബട്ട് ബോത്ത് ആർ ഹാപ്പി ഇൻ ദിസ് സിറ്റുവേഷൻ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പാരൻസിനാണ് അഡാപ്റ്റബിലിറ്റി ഇല്ലാത്തത്.
അതുകൊണ്ടാണ് നമുക്ക് തോന്നുന്നത് കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് പറയുമ്പോൾ ഇവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. പക്ഷെ ഇവർ യങ് ഏജ് ആണ്, സോ ദേ കൻ അഡാപ്റ്റ്. ഏതൊരു സിസ്റ്റത്തിൽ കൊണ്ടുപോയിട്ടാലും ഈ പ്രായത്തിൽ അവർ ജീവിക്കും. ഇവിടെ ഒരു കുഴപ്പമില്ലാതെ അവരെ അങ്ങനെ കളിക്കുന്നു. നമ്മളോട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞ് ഡാൻസ് കളിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആർക്കെങ്കിലും പറ്റുമോ? ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ തന്നെ നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് വേണം അല്ലേ? പക്ഷെ നമ്മൾക്ക് ഒരു അഡാപ്റ്റബിലിറ്റി, നമ്മുടെ മൈൻഡ് റിജിഡ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ തോന്നുകയാണ്. പിന്നെ മോണ്ടിസോറിയിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇതിലോട്ട് കടന്നാൽ ഹാവ് ഫെയ്ത്ത്, ഒരു ബ്ലൈൻഡ് ഫെയ്ത്ത്. ഞങ്ങളൊക്കെ തുടക്കത്തിൽ ഇതിലേറെ റിസ്ക് എടുത്തിട്ടാണ് തുടക്കത്തിൽ മോണ്ടിസോറി വന്നത്. ഇപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അറിയാം മോണ്ടിസോറി എന്താണെന്നുള്ളത്. അപ്പോൾ വരുമ്പോൾ തീർച്ചയായിട്ടും ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ വരും. അത് സ്വാഭാവികമാണ്. നിങ്ങളെ മക്കൾക്ക് ABCD ഇതൊന്നും അറിയില്ലല്ലോ, എക്സാം എഴുതാൻ അറിയില്ലല്ലോ, എന്ത് ചെയ്യും? അത് ഏതൊരു ഇതിലും വേറിട്ട വഴിയിലൂടെ സഞ്ചരിക്കുന്നവർക്ക് ഒരുപാട് ചാലഞ്ചസ് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അത് നെവർ മൈൻഡ് ചെയ്യുക. എക്സ്റ്റേണൽ എൻവയോൺമെന്റ്സിൽ നിന്ന് കുറച്ചൊക്കെ നമ്മൾ കണ്ണടച്ച് നിൽക്കേണ്ടി വരും. പിന്നെ പറയാനുള്ളത് എക്സാക്ട് പിന്നെ മോണ്ടിസോറി ഡോക്ടർ മറിയ മോണ്ടിസോറി എന്ന ആൾ ഡെവലപ്പ് ചെയ്തതാണ്. അതിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, എക്സാക്ട് അതിൽ നിന്ന് അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ ഉള്ളത് സ്റ്റെല്ലാർ മാത്രമാണ്. പല പ്രൈവറ്റ് സ്കൂളുകളിൽ മോണ്ടിസോറി ഉണ്ട്, പക്ഷെ അതിൽ പാരൻസിന്റെ റെക്കമെൻഡേഷൻസിനനുസരിച്ചിട്ട് അവർ നീക്കുപോക്ക് ചെയ്യും. ഇവിടെ നിങ്ങൾ പോയിട്ട് ഇത് പറ്റില്ല, എൻ്റെ കുട്ടീനെ ഇങ്ങനെ പറ്റൂല, നിങ്ങൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ സാറ് പറയും ഓക്കെ നിങ്ങൾക്ക് വേറെ സ്കൂളുണ്ട്, എത്രയോ ഉണ്ട്, നിങ്ങൾക്ക് പോവാം. സാറിന് ഒരു നിർബന്ധമില്ല നമ്മളെ മക്കൾ ഇവിടെ തന്നെ പഠിക്കണമെന്ന്. നമ്മളൊക്കെ നമ്മുടെ നിർബന്ധപ്രകാരമാണ് ഓക്കെ അങ്ങനെ സാറിനതൊക്കെ. ബിക്കോസ് ഹീസ് സ്ട്രിക്റ്റ്, ഹീസ് എ വിഷൻ. മോണ്ടിസോറി എന്താണെന്ന് അരിച്ച് പെറുക്കി കുടിച്ച് കലക്കി കുടിച്ചിട്ടാണ്. അപ്പൊ ആ പാതയിലൂടെ തന്നെ ആ സീസർ പോവുള്ളൂ. അതിലൂടെ നമ്മൾ അപ്പം വി ഷുഡ് ഹാവ് എ ബ്ലാങ്ക് ഫെയ്ത്ത് ഇൻ ഹിം. എൻ്റെ മുന്നത്തെ പാരൻസ് പറഞ്ഞ പോലെ 2 തോണിയിൽ കാലിട്ടുകൊണ്ട് നമുക്കപ്പോൾ കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതും നമ്മളെ കുട്ടിക്ക് കിട്ടൂല, മോണ്ടിസോറിയത്തെ റിസൾട്ടും നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ആസ് എ പാരന്റ് ഐ എം വെരി ഹാപ്പി. We are having a very long-term relationship with Team Stellar. I'm always happy to share my experience with here. എന്തായാലും നമ്മളെല്ലാവരും ഇവിടെ കുട്ടികളെ പെർഫോമൻസ് കാണാനാണ്, അതുകൊണ്ട് കൂടുതൽ സമയം എടുക്കുന്നില്ല. വിഷിംഗ് all of us a very wonderful evening. Let's enjoy our kids programs. Thank you all.